ദൈവിക സന്തോഷം കിട്ടണോ, അത് തിരികെ കിട്ടണമോ, വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ മാനസാന്തരപ്പെടണം. തകർന്ന ഹൃദയത്തിന് ഉടമയാകണം. താഴ്മയുള്ള ഹൃദയം നമ്മൾ ധരിക്കണം. എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത്, എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്, എവിടെയാണ് നമ്മൾ വീണതെന്ന് ഗ്രഹിച്ചു മനസ്സിലാക്കി നമ്മൾ ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. ഇത് ചെയ്തു കഴിയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് രക്ഷയുടെ സന്തോഷം റീസ്റ്റോർ ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് തരും. ഇത് നമ്മളും ചെയ്തേ പറ്റൂ. മാനസാന്തരപ്പെടണം. ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെടാഞ്ഞാൽ മാനസാന്തരപ്പെടാനുള്ളവർ എങ്ങനെ മാനസാന്തരപ്പെടും? വല്ലതും മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ മാനസാന്തരപ്പെട്ടാൽ, മാനസാന്തരപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ, മാനസാന്തരപ്പെടാത്തവർ നമ്മുടെ ജീവിതം കണ്ട് മാനസാന്തരപ്പെടും. അതാണ് സത്യം. നമ്മൾ വലിയ സുവിശേഷ പ്രസംഗം നടത്തിയില്ലെങ്കിലും, ട്രാക്ട് കൊടുത്തില്ലെങ്കിലും, മറ്റു വീടുകളിൽ പോയി സുവിശേഷം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ചെയ്യണം. യേശു പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യണം. അതിനേക്കാളെല്ലാം ഉപരി അവരുടെ മധ്യത്തിൽ നമ്മൾ മാനസാന്തരത്തോടെ ജീവിച്ചാൽ അവർ ശ്രദ്ധിക്കും, കൊള്ളാലേ, ഇവൻ കൊള്ളാമല്ലോ, ഈ കുടുംബം കൊള്ളാം, അവര് ലോക മനുഷ്യരെ പോലെയല്ല, വ്യത്യസ്തരായിട്ട് ജീവിക്കുന്നു. അവർ പതുക്കെ നമ്മളോട് ചോദിച്ചു വരും, സഹോദര സഹോദരി, എന്താണ് ഈ ജീവിതത്തിന്റെ രഹസ്യം? അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി പറയണ്ട, സുവിശേഷം കേൾക്കാൻ നമ്മുടെ വീട്ടിൽ വരും, നമ്മുടെ അരികെ വരും. ഈ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും മാനസാന്തരപ്പെട്ട് ജീവിച്ചേ പറ്റൂ.